ഇപ്പം നാട്ടിലാണെങ്കിലും ഗേ എന്നുള്ളതും ട്രാൻസ് എന്നുള്ളതൊക്കെ ആൾക്കാർ ഒരേ കണ്ണിലൂടെയാണ് കാണുന്നത്. അതിന്റെ വ്യത്യാസം എന്താണെന്ന് അവർക്ക് അറിയില്ല. അപ്പം അതിനെ കുറിച്ച് എന്താ പറയുക? എനിക്കിഷ്ടമായിരുന്നു ലൈക്ക് ഒരു പെണ്ണായിട്ട് ജീവിക്കണമെന്ന് എനിക്കിഷ്ടമായിരുന്നു. അതിൻ്റെ ചിലപ്പോൾ റീസൺ പല കാരണങ്ങളായിരിക്കാം. അതായത് എനിക്ക് എൻ്റെ മനസ്സിൽ വെച്ചാൽ കുറച്ച് നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്യാം, മേക്കപ്പ് ഇടാം, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു തോട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റായി. കാരണം ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴാണ് ഞാൻ അത്രയും എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഗെയ്സിനെ കാണുന്നത്. എനിക്ക് ഭയങ്കര ഒരു ബിഗ് സർക്കിൾ ഉണ്ടായിരുന്നു, ഫ്രണ്ട് സർക്കിൾ. ഞങ്ങൾ ഒരുമിച്ച് പാർട്ടിക്ക് പോകും, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ ആ ഒരു ഗേ എന്നുള്ളൊരു എന്താ പറയുക ഗേ എന്നുള്ള ഒരു തോട്ടിൻ്റെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. കുറേ നല്ല മോഡേൺ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ തന്നെയാണ്. അതായത് എന്നിലൊരു ഓൾട്രേഷൻ ചെയ്യാതെ എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ പറ്റണം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട്. അത് ഞാൻ കണ്ടത് ബാംഗ്ലൂർ പോയപ്പോഴാണ് കണ്ടത്. അപ്പോൾ എന്നോട് ഇവിടെ വന്നതിന് ശേഷം പലരും ചോദിച്ചതിലേക്ക് ഇങ്ങനെ താല്പര്യമുണ്ടോ, ഹോർമോൺസ് എടുക്കാനുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ സർജറി ചെയ്യാൻ താല്പര്യമുണ്ടോ. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ഇല്ല എന്ന് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പലരും പറയണേക്കാം ഞാൻ ഓപ്പറേഷൻ ചെയ്ത് പൂർണ്ണ സ്ത്രീയായിട്ട് മാറി എന്ന് പറയണേക്കാം. നമ്മൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു പൂർണ്ണ സ്ത്രീയായിട്ട് മാറില്ല. ബയോളജിക്കലി അവരാണ് തന്നെയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ഒരു പെണ്ണാവുന്നു. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഒരിക്കലും ഞാൻ പറയില്ല എനിക്കതാവണം എന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ എന്നെ ഇങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്, എനിക്ക് ഇതേപോലെ മുന്നോട്ട് പോകണം എന്നാണ്. പിന്നെ പലരുടെയും മറ്റേ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പലരെയും നമ്മളിങ്ങനെ ഷോപ്പിംഗ് മോളിലൊക്കെ പോകുമ്പോഴൊക്കെ കാണാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അവരുടെ വീഡിയോസിന് താഴെ പോയി നോക്കിയാലും കാണാൻ പറ്റും, എത്ര പെണ്ണായി എന്ന് പറഞ്ഞാലും സൊസൈറ്റി അവരെ പെണ്ണായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരെ വിളിക്കുന്ന പേരുകളൊക്കെ വേറെ വേറെ പണ്ട് വിളിച്ച പേരുകളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങനെ ആവണത്, ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഇത്രയും വേദന സഹിച്ച്. ഇപ്പം എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ഇഷ്ടമാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഇല്ല, ഒരിക്കലും ഇല്ല. ആക്ച്വലി ട്രാൻസ്ജെൻഡർ എന്നൊക്കെ ഇപ്പം നമ്മൾ കേൾക്കാൻ എത്ര നാളായിട്ടുണ്ടാവും? ഒരു 15 years അല്ലേ, 15 വർഷമായിട്ടുണ്ടാവും. അതിന് മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ കണ്ടത്. ഓക്കെ, ഞാൻ ബോംബെ ഡൽഹിയൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് അതിൻ്റെ പിറകിലെ കഥയെന്ന് നമുക്കറിയില്ല. കഥകൾ അറിയാൻ തുടങ്ങിയതിലേക്ക് ഒരു 15 വർഷം ആയിട്ടുള്ളൂ. വിച്ച് മീൻസ് നമ്മുടെ നാട്ടിലത് വന്നതിന് ശേഷമാണ്. അപ്പോൾ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ആവശ്യമില്ല, ഞാനായിട്ടിരിക്കുക, എന്നെ ഇങ്ങനെ ലോകം അക്സെപ്റ്റ് ചെയ്യണം. ആർക്ക് വേണ്ടി ഒന്നിനു വേണ്ടി ഞാൻ മാറാൻ താല്പര്യമില്ല എനിക്ക്. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം പറയുമ്പോഴേക്കും ഈ ജാസിയുടെ അടുത്തൊരു വിഷയം ഉണ്ടായി, എന്താ ട്രാൻസ്ജെൻഡേഴ്സിന് പ്രഗ്നന്റ് ആവാൻ പറ്റും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിനോട് ഹെയ്റ്റ് ഇല്ലാത്തവരുടെ ഇടയ്ക്കും ഹെയ്റ്റ് ആക്കുന്ന ഒരു സംഭവമാണ് ജാസിയൊക്കെ ഇപ്പം റീസെന്റ് ചെയ്തിട്ടുള്ളത്. അതിനെ കുറിച്ചൊക്കെ എൻ്റെ വീട്ടിൽ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണ്, അപ്പനല്ല പ്രസവിച്ചത്. ഇതേപോലെ ആയിരിക്കും എല്ലാവരുടെ വീട്ടിൽ. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇതേപോലെയുള്ള എന്താ പറയുക അട്ടർ നോൺസെൻസ് പറയുമ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ഇത്ര പോപ്പുലാരിറ്റി കിട്ടുന്നു, എന്തുകൊണ്ട് ഇത്ര മീഡിയ കവറേജ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് ആണോ, ഗർഭിണിയാണോ, എത്ര മാസമാണോ? അപ്പോൾ ഞാൻ ആലോചിക്കും, ഇപ്പം ഈ ചോദ്യം ചോദിക്കുന്ന ആളുടെ വീട്ടിൽ ഇവൻ്റെ അപ്പനാണ് പ്രസവിച്ചത്, ഇവനെ അമ്മയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം ഞാൻ ഓർക്കാം, അതായത് ഈ ഒരു എന്താ പറയുക ഇതേപോലുള്ളൊരു ചോദ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല ശരിക്കും. നമ്മുടെ നാട്ടിൽ ആണുങ്ങൾ പ്രസവിച്ച ചരിത്രമില്ല, ലോകത്തില്ല. പിന്നെ ആണുങ്ങൾ പ്രസവിച്ചു എന്ന് പറയുന്നത് ട്രാൻസ്മെന്നാണ്. അതായത് പെണ്ണുങ്ങൾ ആണായിട്ട് അവർ ഇപ്പോൾ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇവിടെ അല്ലേ, അതുപോലെ അതവർക്ക് ഓൾറെഡി ആ സാധനം ഉള്ളതുകൊണ്ടിട്ടാണ്, യൂട്രസ് ഉള്ളതുകൊണ്ടിട്ടാണ്. അല്ലാതെ ഒരാണിന് പ്രസവിക്കാൻ കഴിവേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര പ്രസവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലേ. കൂടുതലായിട്ട് LGBTQ അതിനൊക്കെ ആൾക്കാർ അംഗീകരിക്കാൻ തുടങ്ങി. നമ്മുടെ കേരളത്തിലായിരുന്നു തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് അംഗീകരിക്കാൻ തുടങ്ങുന്നത്. അപ്പം അതിന് എന്താ പറയാ, അംഗീകരിക്കാൻ തുടങ്ങി. അപ്പം ഇപ്പൊ എല്ലാവരും സാറിന്റെ പറഞ്ഞു ചെല്ലുന്നോടൊക്കെ അങ്ങനെ ഒരു ഇതായതുകൊണ്ട് എല്ലാവരും ഒരു നെഗറ്റീവ് ഇതായി. പക്ഷെ എവിടെയെങ്കിലും ചെന്നിട്ടോ ഓക്കെ അക്സെപ്റ്റ് ആയിട്ട് നമ്മളോട് കൂടുതൽ കമ്പനിയായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു സ്റ്റാൻഡിൽ നിൽക്കാറുള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഒരാളുടെ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി നമ്മളൊരു എക്സ്ട്രാ സാധനങ്ങൾ ഇട്ടതും ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യാറില്ല. മനസ്സിലായോ? ചില ആൾക്കാർ കണ്ടിട്ടുണ്ടോ, ലൈക്ക് ഇങ്ങനെ ഒരു പബ്ലിക്കിൽ ചെല്ലുമ്പോൾ വേറൊരു സ്വഭാവമായിരിക്കും,
വേറൊരു സ്ഥലത്തിൽ വേറൊരു സ്വഭാവമായിരിക്കും, വീട്ടിൽ വേറെ, അങ്ങനെയല്ല. നമ്മളെപ്പോഴും ഈ ഒരു ലൈനിൽ പോകാന്നുള്ളതാണ്. ഞാൻ അതുപോലെ പോയിക്കൊണ്ടിരിക്കണേ. മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാറില്ല. ഞാൻ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അത് ഞാൻ ബിഹേവ് ചെയ്യും. എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാത്തവർ പോകും. മനസ്സിലായോ? നമ്മളൊരാൾക്ക് ഇഷ്ടം പിടിച്ചു പറ്റാൻ നമ്മളൊരു ഫേക്ക് കാണിക്കേണ്ട ആവശ്യമില്ല അവിടെ. പിന്നെ എന്താ ചോദ്യത്തിൽ മാറിപ്പോയാ? നമ്മള് കുറെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വർക്ക് ഏതായിരുന്നു? എൻ്റെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. അതായത് ഞാൻ 2014 ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക. നമുക്കൊരു ബേസ് വേണമല്ലോ. അപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിനെയും ആർട്ടിസ്റ്റുകളെയും ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരു കോണ്ടാക്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആക്ച്വലി നമ്പർ 1 ആയിരുന്നു ബോളിവുഡിലൊരു ഫാഷൻ ഫോട്ടോഗ്രാഫർ ഉണ്ട്, ദബു രത്നാനി എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടൊരു മൈൻഡ് ചെയ്യില്ല, നമുക്കൊരു ബേസ് ഇല്ല. പിന്നെ അവർക്ക് ഇതുപോലെ ഒരുപാട് മെസ്സേജുകൾ വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണണമെന്നില്ല അവർ. അപ്പോൾ അത് ഞാൻ പുള്ളിക്കിങ്ങനെ അയച്ചിട്ട് ഞാൻ അത് വിട്ടു. 2018 തോന്നുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഷാൻകി ചിരി, എൻ്റെ മൂവിയുടെ ഡയറക്ടർ, പുള്ളി ഒരു ദിവസം എന്നെ കോൺടാക്ട് ചെയ്തിട്ട്, ടോണി ഒരു വലിയൊരു ബ്രാൻഡഡ് ഷൂട്ട് നടക്കാൻ പോവുകയാണ്, ഇന്ന ഫോട്ടോഗ്രാഫറാണ് വരുന്നത്, അപ്പോൾ ടോണിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അതിനകത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചാടി വീഴുമല്ലോ. അങ്ങനെ ഞാൻ വീണു, എനിക്ക് ആ വർക്ക് കിട്ടി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പുള്ളിയുടെ വർക്ക് ചെയ്തു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം ബോളിവുഡ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. നമ്മൾ ഇവിടെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആരോട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കൈൻഡ് ഓഫ് വർക്ക് ഡിഫറെൻ്റ് ആണ്. ഞാനിവിടെ ഈവൻ മുംബൈയിൽ ഞാനൊരു മിസ് യൂണിവേഴ്സ് ഷോ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. മിസ് യൂണിവേഴ്സ് ഷോയുടെ ഒരു ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലൈക്ക് ലാറ ദത്തൊക്കെ ആയിരുന്നു ജഡ്ജസൊക്കെ ആയിട്ട്. പിന്നെ അതിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫർ ടാറസ്, പുള്ളിയുടെ കൂടെ ആദ്യത്തെ വർക്ക് ചെയ്യണേ. അപ്പോൾ ബിഗ് ബോസിൽ, ഹിന്ദി ബിഗ് ബോസിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു ലോപ്പ മുദ്ര എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്, ഒരു ഫാഷൻ മോഡലാണ്. പുള്ളിക്കാരിക്ക് ഞാൻ മേക്കപ്പും ഹെയറും ചെയ്യാൻ പോയതാണ്. ഞങ്ങളൊരു 4 days മുംബൈയിലുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ പിന്നെ ഈ ദബു സാറിൻ്റെ ഇവിടെ വന്നപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനായി. കാരണം നമുക്ക് ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അറിയാൻ പാടാത്തപ്പോൾ ടെൻഷനില്ല. നമ്മളൊരു കാര്യത്തിനെ പറ്റി അറിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടെൻഷനായിരിക്കും. അതേപോലെയാണ് മേക്കപ്പിൻ്റെ കാര്യത്തിലും. നമ്മൾ മേക്കപ്പ് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ടെൻഷനായിരിക്കും. ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത ആൾക്കാർ പൊട്ട ഇംഗ്ലീഷ് പറയും. പക്ഷേ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് പേടിയായിരിക്കും, ഗ്രാമർ തെറ്റോ എന്നുള്ള പേടിയായിരിക്കും. ആ അവസ്ഥയാണ് എനിക്ക്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെ പുള്ളിയുടെ ഷൂട്ടിന് പോകുന്ന സമയത്ത് എനിക്ക് പേടി. കാരണം പുള്ളി ഇത്രയും വലിയ പോപ്പുലറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളി ഇവിടെ കൊച്ചിയിൽ വന്ന് എടപ്പള്ളിയിൽ 3 Dot സ്റ്റുഡിയോയിലായിരുന്നു ഷൂട്ട്. പുള്ളി ആദ്യം വന്നത് മേക്കപ്പ് റൂമിലേക്കാണ് വന്നത്. മേക്കപ്പ് റൂമിൽ വന്നിട്ട് മേക്കപ്പ്, കാരണം പുള്ളി ഓൾറെഡി പറഞ്ഞായിരുന്നു മുംബൈയിൽ നിന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാമെന്നുള്ളത്. പക്ഷേ ഇവർ പറഞ്ഞു ഓൾറെഡി നമ്മളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റാണെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത്. അങ്ങനെ ഞാൻ അവിടെ എത്തിപ്പെട്ടു. അപ്പോൾ പുള്ളി ഫസ്റ്റ് ഗ്രീൻ റൂമിലേക്ക് വന്നിട്ട് പുള്ളി ആ മോഡലിനെ പിടിച്ച്, അപർണദാസായിരുന്നു മോഡൽ, ആക്ട്രസ്. പുള്ളീനെ നോക്കിയിട്ട് പറഞ്ഞു ഹെയർ ഓക്കെ, ഐബ്രോസ് ഓക്കെ, ഐസ് ഓക്കെ, ലിപ്സ് ഓക്കെ, അങ്ങനെ ടിക്കറ്റ്. അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ പാണ്ടി പഞ്ചാരയൊക്കെ ആയിരുന്നു ആ സമയത്ത്. ഭയങ്കര ടെൻഷനായിരുന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞു ഓക്കെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സക്സസ് ആയി എന്നുള്ളത്. പിന്നെ പുള്ളിയുടെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു 1 man ഷോ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ. കേരളത്തിൽ ഇവിടെ ഒരാളൊരു ഒപ്പീനിയൻ പറയും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരും ഒന്നും പറയില്ല, അയാളൊരു അഭിപ്രായം ചോദിക്കില്ല. അതായത് പുള്ളിയുടെ ഒരു 1 man ഷോ കളിയാണ് അവിടെ. നമ്മുടെ നാട്ടിലെ വർക്കും അങ്ങനെയാണ്. പക്ഷേ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പുള്ളി എല്ലാവരെയും വിളിക്കും. പുള്ളി അതിൻ്റെ ആ ബ്രാൻഡിൻ്റെ ഓണർ ആൾക്കാരെ വിളിക്കും, എന്നെ വിളിക്കും, പിന്നെ കോസ്റ്റ്യൂമർ ഉണ്ട്, പിന്നെ ഈ ആർട്ടിസ്റ്റിനെ വിളിക്കും. എല്ലാവരെയും വിളിച്ചിട്ട് പുള്ളി ചോദിക്കും ഓക്കെ ആണോ. പുള്ളിയിലേക്ക് ഒരു 50 ഫോട്ടോയൊക്കെ ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കാണിച്ചിട്ട് പുള്ളി എല്ലാവരുടെ ഒപ്പീനിയൻ എടുത്തിട്ടാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് പുള്ളിയുടെ കിട്ടിയത്. നോർമലി അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ. നോർമലി ഇവിടെ നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞാൽ ഒരു മൈൻഡ് ചെയ്യില്ല, അതായത് നമുക്കത് ഷൗട്ട് ചെയ്യാം അവർ, മനസ്സിലായോ? ഈവൻ നമ്മളൊരു ഫോട്ടോ പോയി നോക്കുമ്പോൾ പോലും അവർ ലൈക്ക് ഇങ്ങനെ ക്യാമറയൊക്കെ മാറ്റിക്കളയുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് സ്റ്റാർട്ടിങ് ടൈമിൽ. ഇപ്പം ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളോട് ഒപ്പീനിയൻ ചോദിക്കുന്ന 2-3 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമ്മളെ പഴയ ഫോട്ടോഗ്രാഫർ രാജംപോൾ സാറ്, പുള്ളി 1 of the top ഫാഷൻ ഫോട്ടോഗ്രാഫറായിരുന്നു കേരളത്തിൽ. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പുള്ളി ഇങ്ങനെയാണ് നമ്മളെ വിളിച്ച് കാണിക്കും. ഒരു വലിയ മോണിറ്ററാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ നോസിൽ ഇങ്ങനെ മൗസ് വെച്ചിട്ടാണ് അത് ഫുള്ളായിട്ട് ഇങ്ങനെ
സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത് വലിയ സ്ക്രീനിൽ. എന്നിട്ട് പുള്ളി ചോദിക്കും ഓക്കെ ആണോ. പുള്ളി ഈവൻ ആ ലൈൻസ് വരെ പുള്ളി നോക്കിയിട്ട്, അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാവും. കാരണം മേക്കപ്പ് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് എവിടെ പോയാലും വർക്ക് ചെയ്യാം. എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഈ പുള്ളിയുടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. അതെനിക്ക് ദൈവം സാധിച്ചു. അപ്പം ഒരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ലുക്ക് ആയിരിക്കും. പക്ഷെ ആദ്യം തന്നെ ഇങ്ങനെ ഈ ലുക്ക് വേണം ആ ലുക്ക് വേണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ നമ്മൾ കുറെ പേര് പറഞ്ഞില്ലേ, ഇപ്പം ബ്രൈഡ്സ് ആണെങ്കിലും അതിനൊക്കെ ഇങ്ങനൊരു സിറ്റുവേഷൻ എങ്ങനെ? ബ്രൈഡ്സിലേക്ക് വരുന്നതിന് മുന്നേ ഞാനൊരു ഫാഷൻ ഫോട്ടോഗ്രാഫിയുടെ വേറൊരു വശം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ഒരുപാട് ഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട്, കുറേ ലീഡിങ് മാഗസീൻസ് ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടുവരുന്നൊരു പ്രവണതയുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് പുതിയൊരു സാധനം അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. സപ്പോസ് ഇപ്പോൾ അവർ വരുമ്പോൾ മറ്റേ വോഗിൻ്റെയും ഫെമിനയുടെയൊക്കെ റെഫറൻസ് ഒക്കെ ആയിട്ടായിരിക്കും വന്നത്. പക്ഷേ അത് എല്ലാം കഴിയുമ്പോഴത്തേക്കും പട്ടുപാവാടയും കുളിപ്പിഞ്ഞലൊക്കെ ഇട്ട് മുല്ലപ്പൊക്കെ വെച്ച് ആ ഒരു ഇതിലോട്ട് മാറും അത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുതിയൊരു കാര്യം ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് ഇപ്പോൾ ഒരു എന്താ പറയുക, വെറ്റ് ഫേസ് മേക്കപ്പ് ഇവിടെ, അതായത് ആ ഒരു വെറ്റ് ഫേസ് മേക്കപ്പ് ഫോട്ടോ എടുക്കുന്ന എത്ര പേരുണ്ടാവും ഫോട്ടോഗ്രാഫേഴ്സ്? അറിയില്ല. എല്ലാവരുടെയും ഫോട്ടോസ് നോക്കുമ്പോൾ കാണാൻ പറ്റും മാറ്റ് ഫിനിഷ് ആയിരിക്കും. ഇവിടുത്തെ ആൾക്കാർക്ക് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് മാറ്റ് ഫിനിഷിലാണ് എക്സ്പീരിയൻസ് ഉള്ളത് പലർക്കും. പക്ഷേ ഇപ്പോൾ വേറെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, നല്ല പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ബോളിവുഡിൽ നമ്മൾ ഓരോ ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ എടുക്കുമ്പോൾ അവർക്ക് വേറെ കൈൻഡ് ഓഫ് ലുക്ക് ആയിരിക്കും. വിച്ച് മീൻസ് അവർ ആ ഒരു മാറ്റം അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, മാറ്റം ട്രൈ ചെയ്യാൻ അവർ മെൻ്റലി കേപ്പബിളാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ അതില്ല. ഇവിടെ വരുമ്പോൾ അവർ നോർമലി ഫോളോ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന മേക്കപ്പ് ഉണ്ട്, നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന മേക്കപ്പ് ഡിഫറെൻ്റ് ആണ്. ഡെയിലി ചെയ്യുന്ന മേക്കപ്പ് ഇട്ടിട്ട് അവർക്ക് ഒരു എന്താ പറയുക, ഒരു ഹൈ ഫാഷൻ ചെയ്യാൻ പറ്റില്ല. ഹൈ ഫാഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മേക്കപ്പ് ഹെയറൊക്കെ ഡിഫറെൻ്റ് ആണ്, കോസ്റ്റ്യൂം ഡിഫറെൻ്റ് ആണ്, വേറൊരു ലുക്കാണ്, വേറൊരു കൈൻഡ് ഓഫ് മേക്കപ്പാണത്. അപ്പോൾ നമ്മൾ മെൻ്റലി അത് അക്സെപ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. ഇവിടെ പലരുടെയും പ്രോബ്ലം അത് തന്നെയാണ്. അവർക്കൊരു മാറ്റം ഇഷ്ടമല്ല. അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാക്കുണ്ട്, ആ ട്രാക്കിൽ കൂടി തന്നെ പോകുക എന്നുള്ളതാണ്. അവരുടെ ഫീച്ചേഴ്സൊന്നും മാറാൻ പാടില്ല, അവരുടെ ഫേസ് മാറാൻ പാടില്ല, ഹെയർ മാറാൻ പാടില്ല, ഒക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമ്മളൊരു 10 ഫോട്ടോഗ്രാഫേഴ്സ് 10 മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്ത ഫോട്ടോ നോക്കുവാണെങ്കിൽ എല്ലാം ഒരേപോലെ ഇരിക്കും. അതെനിക്കൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് ഇവിടെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ലുക്കും ക്യാരി ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. പല ടൈപ്പ് ഷൂട്ടുകളാണല്ലോ. ഞാനൊരു ഷൂട്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം എനിക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ട് ഞാനത് കമ്മിറ്റ് ചെയ്യുള്ളൂ. മുന്നേ അങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ അങ്ങനെ ചെയ്യണേ. അപ്പോൾ എന്താണ് അവരുടെ തീം, എന്താണ് കോസ്റ്റ്യൂം, മേക്കപ്പ്, ഹെയർ, ആരാണ് ആർട്ടിസ്റ്റ്, അതൊക്കെ നോക്കിയിട്ട് ഞാൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഒരുപാട് പേരുടെ മേക്ക് ഓവർ ഷൂട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം അപർണ ബാലമുരളി, സനുഷയുടെ ഒരു മേക്ക് ഓവർ ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഹിറ്റായിരുന്നു അത്. പിന്നെ അപർണദാസിൻ്റെ മേക്ക് ഓവർ ഉണ്ടായിരുന്നു ദബു സാറിൻ്റെ കൂടെ. പിന്നെ അൻസിബിയുടെ ഒരു കംബാക്ക് ഉണ്ടായിരുന്നു, ദൃശ്യം 1 കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഡയറ്റൊക്കെ ചെയ്ത് കുറച്ച് ഒരു ഡ്രാസ്റ്റിക് മേക്ക് ഓവർ ഉണ്ടായിരുന്നു, അത് സക്സസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞാൻ ഈ ഫാഷൻ ഷോ അങ്ങനത്തെ ചെയ്യുന്നത്, അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോഴും എന്താ പറയാ, ഈ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ആർട്ടിസ്റ്റ് അവരോട് ഇപ്പൊ നമ്മൾ ഒരു സജഷൻ ചോദിക്കുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഇല്ല. അവരിപ്പോ അവരുടെ ഹെഡിനോട് ചോദിച്ചിട്ടായിരിക്കും ഇത് അങ്ങനെയാണോ ചെയ്യേണ്ടത്. അപ്പം അതെന്താ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക്? അത് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പലരും സെമിനാർസ് അറ്റൻഡ് ചെയ്തും ഒരു ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് പറയണത്? ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ ലുക്കുകൾ കുറേ അതായത് ഒരാളെ കാണുമ്പോൾ, ഇപ്പം നിന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, മേക്കപ്പ്, ഹെയർ, ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിനക്ക് വേറൊരു ലുക്ക് വരും, അതെൻ്റെ മനസ്സിലോട്ട് വരണം. ഇപ്പം ഞാനിപ്പോൾ ഒരു പെൺകുട്ടിനെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ബ്രൈഡ് ആണെങ്കിലും ഒക്കെ ഞാൻ നോക്കുന്നത് കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഇന്ന ലുക്കിന് ഇന്ന കാര്യങ്ങൾ ചെയ്യാം. അതിന് നമുക്ക് കേപ്പബിളാണ്. നമ്മളെപ്പോഴാണ് അങ്ങനെ ആവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ മാഗസിൻസ് റെഫർ ചെയ്യണം. നമ്മൾ എന്താ പറയുക, കുറേ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഫോൺ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ എനിക്കിഷ്ടമുള്ള ലുക്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കും. അതെനിക്ക് എവിടെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ അപ്ലൈ ചെയ്യും. അങ്ങനെയാണ്.
അപ്പോൾ കൂടുതൽ നമ്മൾ എപ്പോഴും ഹാർഡ് വർക്ക് ആയിരിക്കണം. കാരണം മേക്കപ്പ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചെയ്യണത്. നമ്മളൊരു തിയറി ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് വരണത് എക്സ്പീരിയൻസിലൂടെയാണ് വരണത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം നമ്മൾ വാനിറ്റി എടുത്ത് ഇറങ്ങുക എന്നുള്ളതാണ്. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ മേക്കപ്പ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രിയിലായിരിക്കും? അതെൻ്റെ ഒരു പേഴ്സണൽ ചോദ്യമാണ്. എനിക്കെപ്പോഴും ഹൈ ഫാഷനാണ് എൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ ഹൈ ഫാഷൻ ചെയ്തിട്ടുള്ള പോലെ കേരളത്തിലൊരാളെ മേക്കപ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം പല ആൾക്കാർക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. ഇപ്പം എന്നെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ, ലൈക്ക് നമ്മൾ ചെയ്ത വർക്കിൻ്റെ. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി കൈൻഡ് ഓഫ് ഒരു എക്സ്പെരിമെൻ്റൽ ഷൂട്ടായിരുന്നു. പലരും എക്സ്പെരിമെൻ്റൽ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ചിലപ്പോൾ എൻ്റെ പേരായിരിക്കും. പല ഫോട്ടോഗ്രാഫേഴ്സും പറയും ടോണി നമുക്കൊരു എക്സ്പെരിമെൻ്റൽ ഷൂട്ട് ചെയ്യണം, വിച്ച് മീൻസ് അവരുടെ ഉള്ളിലുണ്ട് ലൈക്ക് ഞാൻ ആണ് അതിന് ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരെന്നെ കോണ്ടാക്ട് ചെയ്യും. ഇപ്പം നമ്മൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇപ്പോൾ കാണുന്നത്, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ആണല്ലോ നമ്മൾ കൂടുതലും സെയിൽസ് ചെയ്യുന്നത്. അപ്പോൾ റീൽസിന് വേണ്ടിയിട്ട് നല്ല ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഭയങ്കര നല്ലപോലെ പെരുമാറി അതിൽ നിന്നൊരു ഔട്ട് കിട്ടും. അതിൽ നിന്ന് പ്രതീക്ഷിച്ച് അതിൽ നിന്ന് ടേൺ ഓവർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ടോണി അങ്ങനെ റീൽസിലാണോ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലാണോ? ഞാൻ കസ്റ്റമേഴ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു വീക്ക് പോയിൻ്റാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഞാനൊരു പക്ഷേ മാർക്കറ്റിംഗ് നല്ല പ്രോപ്പറായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിലും ഞാൻ വൺ ഓഫ് ദ ടോപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടാവും, ഇൻഡസ്ട്രിയിൽ നമ്പർ 1 ആയിട്ടുണ്ടാവും. എൻ്റെ മാർക്കറ്റിംഗ് വിങ് ഞാൻ അന്നും വീക്കാണ് ഇന്നും വീക്കാണ്. പിന്നെ എന്നോട് പലരും പറയും, ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പലരും പറയാറുണ്ട് ടോണി ഒന്ന് മാർക്കറ്റിംഗ് ഒന്ന് ഫോക്കസ് ചെയ്യണം, വീഡിയോസ് എടുക്കണം. ഒരു ഫോട്ടോഗ്രാഫർ ഒരു പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്, ടോണിയുടെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ടോണി നല്ലപോലെ വർക്ക് ചെയ്യും, പക്ഷേ ടോണി വെട്ടൊന്ന് മുറിരണ്ടാണ് കാര്യങ്ങൾ പറയണത്. ഒരു ഇച്ചിരിയും കൂടി ഒന്ന് സോഫ്റ്റായിട്ടൊക്കെ സംസാരിക്കണം, ഇച്ചിരിയും കൂടി അവരൊന്ന് പാമ്പർ ചെയ്യണം. അപ്പോൾ ഞാൻ ഓർക്കും, കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ നമ്മളൊരാളുടെ മുമ്പിൽ ഞാനല്ലാത്തൊരവസ്ഥയിൽ പെരുമാറുമ്പോൾ അതെന്ന് വെച്ചാൽ എന്നെ അറിയാവുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ എന്നെ അറിയാവുന്ന ആൾക്കാരുണ്ട്, അവർക്കൊരിക്കലും ടോണി ഇങ്ങനെ ഇല്ല എന്നുള്ളൊരു തോട്ട് വരും, ഒരു ഫേക്ക് ആവും. ഇപ്പോൾ പലരും മാർക്കറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് പ്രത്യേകം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പലരും ആക്ച്വലി സോഷ്യൽ മീഡിയ ത്രൂ ആണ് ആർട്ടിസ്റ്റുകളെ ബുക്ക് ചെയ്യുന്നത്. പലരും ഇതേപോലെയുള്ള എന്താ പറയുക ഒരു വൃത്തികെട്ട പൊറോട്ട നാടകം കണ്ടിട്ടാണ് ആൾക്കാരെ ബുക്ക് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, പലരും നോക്കണ വർക്കല്ല നോക്കണത്, അവർ അവിടെ വീട്ടിൽ പോകുന്നതും അച്ഛനമ്മനായിട്ട് സംസാരിക്കുന്നതും ബ്രൈഡിനോട് ഇൻട്രാക്ഷൻ ചെയ്യുന്നതും പിന്നെ അവർക്ക് ചോറ് വാരി കൊടുക്കുന്നതും അങ്ങനെ പല പല കാര്യങ്ങൾ അതിൽ ഉണ്ട്. അപ്പോൾ ആൾക്കാർ അയ്യോ എന്തൊരു നല്ല ആർട്ടിസ്റ്റ്, എന്തൊരു സ്വീറ്റാണ്, പക്ഷെ വർക്ക് വരുമ്പോൾ ചിലപ്പോൾ പൂജ്യമായിരിക്കും. കാരണം ഇതുപോലെ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഞാൻ കേട്ടേക്കണമെന്ന് വെച്ചാൽ, എനിക്കൊരു ഈവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂമിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പോയിട്ടുണ്ട് മേക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ടോപ്പായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. പുള്ളി ഇതുപോലെ തന്നെ കുറേ വീഡിയോസൊക്കെ ചെയ്ത് അത്യാവശ്യം പോപ്പുലറുള്ള ഒരാളാണ്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളി ഒരു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈക്ക് ഒരു 2 hours കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ആയിപ്പോയി ഫേസിൽ നിന്ന്. എന്നിട്ട് ആ പെൺകുട്ടിക്ക് ഞാൻ പോയി മേക്കപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്ട്രാ പൈസ മേടിച്ചത് വേറെ കാര്യം. അപ്പോൾ അതേപോലെ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെൺകുട്ടി വന്നിരുന്നപ്പോൾ ഇവിടെ അമ്മ വന്ന് പറയുവാണ്, ഞങ്ങൾ ഇത്രയും എമൗണ്ട് പേ ചെയ്തു ഓൾറെഡി, എന്താണ്ടും 60 or 70 പേ ചെയ്തു, പക്ഷേ ഇത്രയും മോശമായിട്ട് മേക്കപ്പ് ചെയ്തു. അതുകൊണ്ട് പിന്നെ പറയുക, അതായത് പുള്ളിനോട് ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞ പുള്ളി കേൾക്കില്ല, പുള്ളിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, പുള്ളിക്ക് ഇങ്ങനെ ഒപ്പീനിയൻസ് എടുക്കുന്ന ഇഷ്ടമല്ല, പുള്ളി ഭയങ്കര ഫാസ്റ്റാണ്. എന്നിട്ട് ദേവന്ന് ഇതാ പോയി ആ അവസ്ഥയായിരുന്നു. പക്ഷേ പുള്ളി പോയോടുകൂടി പുള്ളി ചെയ്ത മേക്കപ്പും ഒഴുകിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് ചെയ്ത അവസ്ഥയുണ്ട്. അപ്പോൾ എനിക്ക് ഇവരോട് പറയുന്നത്, നമ്മൾ കാണുന്ന വീഡിയോസ് അല്ല ആക്ച്വലി വർക്ക് എന്ന് പറയുന്നത്. ഒരു ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അതായത് മെയിനായിട്ട് വേണ്ട ലോങ് ലാസ്റ്റിംഗ് ആണ്. ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് ആയിരിക്കണം. കാരണം നമുക്ക് ഷൂട്ടിനിടയിൽ നമുക്ക് ടച്ചപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു വെഡ്ഡിങ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ റീടേക്സ് ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് ചെയ്യണം. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ടമല്ല, അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ എൻ്റെ ഇഷ്ടങ്ങളും ഞാൻ പഠിച്ചതും ഒരാളുടെ മേത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാൻ ചെയ്യാറില്ല. എനിക്കെപ്പോഴും അവരുടെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. കാരണം ആർട്ടിസ്റ്റ് അല്ലല്ലോ, ബ്രൈഡല്ലേ. അപ്പോൾ അവർ യൂഷ്വലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ ബിഗ് ഡേ ആണ്, എൻ്റെ അല്ല കല്യാണം.
എന്നെ അവർ കാശ് കൊടുത്ത് വിളിച്ചേക്കുന്നത് തന്നെയാണ് ജോലി ചെയ്യാനാണ്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മേക്കപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ മേക്കപ്പിലേക്ക് വരുമ്പോൾ തന്നെ ഫാഷൻ ഇൻഡസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടേൺ ഓവർ നല്ലപോലെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു മോഡലിംഗ് കമ്പനീസ് ആണെങ്കിലും അവർ ഹൈലൈറ്റ് ചെയ്യുന്ന മേക്കപ്പ് അതിനാണ്. അപ്പോൾ നമ്മളിപ്പോൾ പല സ്ഥലത്ത് ഞാൻ പോയിട്ടാണെങ്കിലും ഞാനൊരു കമ്പനി ചെന്നിട്ടാണ് അവിടെ ചെന്നിട്ട് മേക്കപ്പ് പറ്റ ബോറായിരിക്കും. അപ്പോൾ നമ്മളെ ഭാഗത്ത് എന്തായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണോ, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ വരുന്ന ആർട്ടിസ്റ്റിനോട് ചോദിക്കുകയാണോ? ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും മോഡലാണെങ്കിലും ഞാൻ കണ്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മോഡൽസൊക്കെ ഇല്ലേ, അവർ അവരുടെ കിറ്റ് കൊണ്ടുവരും. ഇപ്പോൾ മേക്കപ്പിൻ്റെ ബ്രഷസ് ആണെങ്കിലും അവർ യൂസ് ചെയ്യുന്ന ലൈക്ക് സ്കിൻ പ്രിപ്പറേഷൻ പ്രൊഡക്റ്റ് ആണെങ്കിലും ഒക്കെ അവർ പേഴ്സണലി കൊണ്ടുവരും. പിന്നെ കോമ്പാണെങ്കിലും ഒക്കെ അവർ കൊണ്ടുവരും. അപ്പോൾ നമ്മളുടെ ഒരു കിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സ്കിൻ ടോണുള്ള ഫൗണ്ടേഷൻസ്, ബ്ലഷസ്, നമുക്ക് ഇഷ്ടമുള്ള ലിപ് കളേഴ്സ് ഒക്കെ നമ്മൾ പേഴ്സണലി പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പം നോർമലി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ പല ആൾക്കാരും യൂസ് ചെയ്യുന്നത് വളരെ വൃത്തിഹീനമായിട്ടുള്ള ബ്രഷസും വൃത്തിഹീനമായിട്ടുള്ള ഈ ബ്യൂട്ടി ബ്ലെൻഡേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് പലതരം സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ഇൻഫെക്ഷൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ ടൂൾസ് തന്നെ പലർക്കും യൂസ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ പേഴ്സണലി ഒരു കിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യം. പിന്നെ മെയിനായിട്ടുള്ള ബേസാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള ഒരു ഫൗണ്ടേഷൻസ് ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളെ സ്കിൻ ടോൺ അണ്ടർ ടോണിന് അനുസരിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ നമ്മളെപ്പോഴും മേടിച്ച് വെക്കുക. അത് പിന്നെ നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല, അതല്ലേ ഉദ്ദേശിച്ചത്? അതെന്ന് വെച്ചാൽ ആക്ച്വലി ഒരു ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോസ്റ്റ്യൂം, ഒരു തീം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കോസ്റ്റ്യൂമറാണ് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനത്തെ ഐ മേക്കപ്പ് വേണം, എങ്ങനത്തെ ലിപ്പ് വേണം, ന്യൂഡ് ലിപ്പാണോ, വെറ്റ് ലുക്കാണോ, വെറ്റ് ഹെയർ ആണോ, സ്ലീക്ക് ആണോ, അത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മറ്റേ പാരീസിൽ അങ്ങനെയുള്ള വലിയ വലിയ ഫാഷൻ ഷോസൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും, എല്ലാവരും ഒരേപോലെ ഇരിക്കും മോഡൽസ് എല്ലാം. അത് ആക്ച്വലി അത് തീരുമാനിക്കുന്ന കോസ്റ്റ്യൂമറാണ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടോയെന്ന് വെച്ചാൽ വളരെ കുറവാണ്. കാരണം ഈ ഒരു ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ ഇപ്പം നോർമലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന പിള്ളേരായിരിക്കും, ഇതേപോലെ സെമിനാർ അറ്റൻഡ് ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു ലുക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അതൊരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആണത്. ടോണിന് സ്കിൻ കെയർ സീക്രട്സ് എന്തൊക്കെയാണ്? സ്കിൻ കെയർ സീക്രട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും ഞാൻ. പക്ഷേ ബേസിക്കായിട്ട് ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ, SPF, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ മേക്കപ്പ് അങ്ങനെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല. മേക്കപ്പ് ഞാൻ എന്തെങ്കിലും ഒക്കേഷണലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എവിടെയെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ അപ്പം ചെറിയ രീതിയിൽ ഫൗണ്ടേഷനൊക്കെ ഇടും. അല്ലാണ്ട് പ്രോപ്പർ മേക്കപ്പ് അല്ല, ജസ്റ്റ് ആ ഒരു സ്കിൻ ടോണൊന്ന് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പ്. അതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. പിന്നെ വീക്കിലി ഞാൻ സ്റ്റീം ചെയ്യും, സ്ക്രബ് ചെയ്യും. പിന്നെ എനിക്കൊരു എന്താ പറയുക, എൻ്റെ പേഴ്സണൽ സ്കിൻ കെയർ എക്സ്പേർട്ട് ഉണ്ട്. പുള്ളിയുടെ അടുത്ത് ഞാൻ ട്രീറ്റ്മെൻറ്റ് പോകും മന്ത്ലി. അപ്പോൾ അതിൽ കുറച്ച് മറ്റേ പിഗ്മെൻറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ, എനിക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട് നെറ്റിൽ. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഹൈഡ്രാ ഫേഷ്യൽസ് ഒക്കെ ചെയ്യും. ഈ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ബ്യൂട്ടീഷ്യൻ മാത്രമാണോ, അല്ലാതെ ഡയറ്റും കാര്യങ്ങളൊക്കെ? ഡയറ്റ് ഞാൻ ആക്ച്വലി ബേസിക്കലി നല്ലപോലെ ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ കൺട്രോൾഡ് ആണ്, നല്ല ഞാൻ കഴിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ കഴിക്കും. എഫക്റ്റ് ചെയ്യാം. നോർമലി കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് കണ്ടിട്ടില്ലേ, സ്കിൻ പിഗ്മെൻറ്റഡ് ആവും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരു പിഗ്മെൻറ്റേഷൻ വരാറുണ്ട്. അപ്പോൾ ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാനിപ്പോൾ അതെല്ലാം മുടക്കി. എനിക്ക് കുറേ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നുണ്ട് റീസെൻ്റ്ലി. അപ്പോൾ അതിൻ്റെ തിരക്കുകളും പിന്നെ എൻ്റെ വർക്കും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് മെസ്റ്റപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ പ്രോപ്പർലി കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പറ്റാറില്ല. പിന്നെ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അത്. ടോണി ഇപ്പം ഗേ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു, അതിനുശേഷം ആര് ഐഡന്റിഫൈ ചെയ്തു? ഞാൻ ചെയ്തു. സെൽഫായിട്ട് ഓക്കെ, അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നല്ലോ. യെസ്. അപ്പം അതിനുശേഷം ആൾക്കാർ ബാഡ് എക്സ്പീരിയൻസ്, സൈബർ ബുള്ളിങ് അല്ല, ബുള്ളിങ്, അങ്ങനെയൊക്കെ എങ്ങനെയാണ്? ബാഡ് എക്സ്പീരിയൻസസ് ഒരുപാട്. അതെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ വെച്ച ടൈം മുതൽ എനിക്ക് അത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യണത് വീട്ടിൽ നിന്നാണെന്ന് പറയുന്ന പോലെ നമ്മുടെ ഫാമിലിയിൽ നിന്നായിരിക്കും നമുക്ക് ആദ്യം കിട്ടുന്ന ബുള്ളിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പലരും എക്സ്പീരിയൻസ് പറയുന്നേക്കും നമ്മൾ സെക്ഷലി മൊളസ്റ്റ് ചെയ്തിട്ടുള്ളത് പലരും ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരാണെന്ന്. അതുപോലെ തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് ബുള്ളിങ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് എൻ്റെ ഫാമിലി തന്നെയാണ്. പിന്നെ നാട്ടുകാർ ഇപ്പോഴും ഫേസ് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, സ്കിൽഡ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ബുള്ളിങ് പേടിച്ചിട്ട് പുറത്ത് വരാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ നമ്മൾ ഒരാളെ പുള്ളിയോട് പ്രത്യേകിച്ച് നമുക്ക് സുഖമൊന്നും കിട്ടണില്ല. ലൈക്ക് ആ ഒരു കുറച്ച് നേരത്തെ ഒരു സന്തോഷം മാത്രമേ കിട്ടണുള്ളൂ. പക്ഷേ അത് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അത് എന്താ പറയുക, നമ്മുടെ ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. പലരും ഈ ബുള്ളിങ് കൊണ്ടിട്ട് എന്താ പറയുക, ഒരു ആത്മഹത്യയുടെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആരെയും ബുള്ളി ചെയ്യാതിരിക്കുക. നമ്മൾക്ക് ഇപ്പം ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. അതിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് ഞാൻ വർക്ക് ചെയ്ത ഫേമിൽ ഒരു പയ്യനുണ്ടായിരുന്നു. പുള്ളി എന്നെ സ്ഥിരമായിട്ട് ബുള്ളി ചെയ്യുമായിരുന്നു. ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ കളിയാക്കും, അറിയാമല്ലോ. അപ്പോൾ അത് മലയാളത്തിലല്ല കളി, കന്നഡയിൽ. അപ്പോൾ എനിക്ക് കന്നഡ അറിയാം കുറച്ച്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 2-3 പ്രാവശ്യം എക്സ്പീരിയൻസ് ആയിരിക്കുമ്പോൾ ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു എനിക്ക് ബാംഗ്ലൂർ. അപ്പോൾ അവിടെ ഞങ്ങൾ ഇങ്ങനെ ടീമായിട്ട് പോകുമ്പോൾ പുള്ളി ഇതുപോലെ തന്നെ ഇങ്ങനെ കളിയാക്കിയിട്ട് ഞാൻ HR കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ അവരെടുത്ത തീരുമാനമാണ് എനിക്ക് എന്നെ ഷോക്കിംഗ് ആക്കിയത്. കാരണം അവരെനിക്ക് ഭയങ്കര സപ്പോർട്ട്. എനിക്ക് മറ്റേ ഇമെയിൽ വന്നേക്കുന്നത് അതിൻ്റെ MDയുടെ മെയിൽ വന്നു, പിന്നെ HR മാനേജറിൻ്റെ വന്നു, സോണൽ ഹെഡിൻ്റെ വന്നു, പിന്നെ എൻ്റെ മാനേജറുണ്ട്, പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നിട്ട് പേഴ്സണലി അപ്പോളജൈസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാലും സോറി എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിനെ അവരവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. പക്ഷേ ഞാനിവിടെ കൊച്ചിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തു. പക്ഷേ എനിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. ലൈക്ക് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാഫുകൾ കളിയാക്കി അതിൻ്റെ ഒപ്പം മാനേജറും കൂടെ കൂടി അവരും കൂടെ ഒരു എൻജോയ് ചെയ്യും. പക്ഷെ അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ടോണിക്ക് ഇപ്പം മൂവിയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പം ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി, ഏത് റോള് ചെയ്യാൻ എനിക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത്, എനിക്ക് ആക്ഷൻ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള മൂവീസ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ എനിക്ക് നല്ലൊരു ഫുൾ ലെങ്ത്തിൽ ആക്ഷനുള്ള ഒരു മൂവി ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് നെഗറ്റീവ് ഷെയ്ഡിൽ, ലൈക്ക് ഒരു സൈക്കോയോ അങ്ങനെ എന്തെങ്കിലും ഒരു കില്ലറൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറില്ലേ, എനിക്കതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്ന മൂവീസും അങ്ങനത്തെയാണ്. അപ്പോൾ അങ്ങനത്തെ നല്ല റോൾസ് ആരെങ്കിലും എഴുതുവാണെങ്കിൽ പ്ലീസ് എന്നെയും കൂടി ഒന്ന് ഫേസ് മനസ്സിൽ കണ്ട് എഴുതുക. മാക്സിമം എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് തരിക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ബ്രാൻഡ് യാത്രയിൽ ഉണ്ടായിരുന്നത് ടോണിയാണ്. അപ്പോൾ ടോണിയോട് പുതിയ ബ്രാൻഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ടോണിയോട് ചോദിക്കാം. എൻ്റെ ഒരു ഡ്രീമായിരുന്നു എൻ്റെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പേര് ബ്രോസ് ആൻഡ് ബ്രൈഡ്സ് എന്നാണ്. ബ്രോസ് ആൻഡ് ബ്രൈഡ്സ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവീസസ് ആണ്. അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഐലാഷ് എക്സ്റ്റൻഷൻ, ഐബ്രോ ലാമിനേഷൻ, പിന്നെ മൈക്രോ ബ്ലേഡിങ്, ലിപ് ബ്ലഷ്, അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് എല്ലാം വരുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം നമുക്ക് കുറേ സലൂൺസ് ഉണ്ട്, പക്ഷേ ഇതുപോലെ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ അമ്മയാണ് എൻ്റെ ആദ്യത്തെ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഐശ്വര്യത്തിൽ വേണം എനിക്ക് 100 ബ്രാഞ്ചസ് പിന്നെ ഓപ്പൺ ആക്കാൻ. അപ്പോൾ നമുക്ക് ഹണി റോസിനെയോ ലിച്ചിയെയോ അമല പോളിനെയോ നസ്രി ആര് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ ബ്രാൻഡ് യാത്രയുടെ എപ്പിസോഡ് ഞങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത് താങ്ക് യു സോ മച്ച്.